ഗുഡ് മോർണിംഗ് ആണോ? എല്ലാവരും ഒരേ സ്ഥലത്ത് പറഞ്ഞേ ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളെ സംബന്ധിച്ച് പുതിയ അറിവ് നേടാനുള്ളത് വലിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ധാരാളം അറിവുകൾ നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. അവയൊക്കെ പലപ്പോഴും നമ്മൾ ഫലപ്രദമായിട്ടൊക്കെ വിനിയോഗിക്കാറുമില്ല, വിനിയോഗിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ തികച്ചും നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഞാൻ നിങ്ങളെ ആയി ക്ഷണിച്ചത് ഒരു ബിസിനസ് ചെയ്യാനോ ഒരു ബിസിനസ്സുകാരനാകാനോ ഒന്നുമല്ല. അവനവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് ഉള്ളൊരു വലിയ അറിവാണ് നമ്മളോട് പകർന്നു നൽകുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വലിയ വേള ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്ത് തന്നെയായാലും കൊല്ലത്ത് നിന്നും ഇന്ത്യയിൽ അതുള്ള കേരളത്തിൽ ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കലിനെ കുറിച്ച് ഇത്രയധികം മനോഹരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള എഞ്ചിനീയർമാർ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ ടീച്ചേഴ്സ് അങ്ങനെ ഏതൊരു തട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ന്യൂട്രാസ്യൂട്ടിക്കലിനെ കുറിച്ചും നമ്മൾ അതുപോലെ എലമെൻസിൻ്റെ ആ ഒരു എലമെൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് കേരളം മുഴുവൻ അതിശക്തമായി ഓടിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇന്നും ലേറ്റായി സാധാരണ സാറിവിടെ ഏറ്റവും നേരത്തെ എത്താറുള്ള ഒരാളാണ്. സാങ്കേതിക കാരണങ്ങൾ കുറച്ച് ലേറ്റായി ഇന്നും കറണ്ടും ഇല്ല, അതൊരു പ്രശ്നമാണ്. അതൊന്നും ഭാഗമാക്കേണ്ട. കാരണം ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ ഭാഗമാക്കേണ്ട അല്ലേ? നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. അപ്പോൾ അതൊന്നും നോക്കണ്ട. നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും അനുഭവത്തോടെ നമുക്ക് ഈ പ്രോഗ്രാം എടുത്തു തരുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനായിട്ടുള്ള സുധീർ സാറിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഏറെ ആദരവുകളും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നവരൊക്കെ ഉണ്ടല്ലോ, പരിചയപ്പെടാം. തിരിഞ്ഞിട്ടോ ഒരു ഫെഡറേഷൻ പ്രശ്നം വരും. നമ്മുടെ പഴയ ആരോഗ്യമൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് ആരോഗ്യം പഴയ രീതിയിലാക്കി എടുക്കാം. അതിനുള്ള സാധനം എന്തെങ്കിലും ഉണ്ട്. ഇവിടെ അടുത്തേക്കാണ് എല്ലാവരും ഒന്ന് സ്വന്തം ഒന്ന് പരിചയപ്പെടുത്തി. അബ്ദുൽ അടുത്ത് തന്നെയാണോ? ഇപ്പൊ കൗശലത്തെ ഞാൻ ഓക്കെ ഓക്കെ. മറ്റേ പുകയില്ലാത്തതാണ് അല്ലേ? ഇവിടെ പാർക്കോളുണ്ട്. നമുക്ക് അടൂരൊരു പാർക്കോളുണ്ട്. എല്ലാവരും ഈ മേഖലയെ MLM മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണല്ലോ അല്ലേ? അല്ല, എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ സംസാരിക്കാൻ. ഒരു ന്യൂ കമർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ആ തരത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് പറയണം. കാര്യം എന്താ, പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ MLM ഭയങ്കര ദേഷ്യമായിരിക്കും, കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇവരെ വിളിച്ചുകൊണ്ട് ചതിക്കാൻ കൊണ്ടുവന്നാൽ നമ്മളൊരു മനോഭാവം ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ളവരായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ഒരുപക്ഷെ നിങ്ങൾ വന്നെത്തിയിരിക്കുന്ന ഈ സംഭവം അല്ലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം അല്ലെ ആസ്ട്രോണിയ വണ്ണം എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ്, വലിയൊരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഇനി യാതൊരുവിധ ഡൗട്ടും വേണ്ട. കാരണം നിങ്ങളുടെ കൈകളിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ സാധനം അല്ലെ ഈ ആസ്ട്രോണിയ വണ്ണം എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു നിമിത്തമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ കമ്പനി ചെയ്തു, ആ കമ്പനിയിൽ നിങ്ങൾ നല്ല രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ടോപ്പിലുള്ളവർക്കെല്ലാം എന്ത് കിട്ടിയായിരുന്നു? നല്ല അത് തന്നെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കിട്ടാത്ത ഭാഗ്യമാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് ചോദിച്ചത്. എപ്പോഴും നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ആ നിങ്ങൾ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ തലപ്പത്തുള്ളവരൊക്കെ കോടിക്കണക്കിന് രൂപ കാശുണ്ടാക്കിയെങ്കിൽ ഇന്ന് ഈ കമ്പനിയിലെ, ശ്രദ്ധിച്ചു കേട്ടോ ഈ പറഞ്ഞതിന് മറുപടിയാണ്, ഇന്ന് ഈ കമ്പനിയിലെ സൗത്ത് ഇന്ത്യയിലെ 4ാമത്തെ ആളാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ 5ാമത്തെ 6ാമത്തെ വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതേ മാത്രമല്ല, നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതിനെക്കാട്ടും വലിയ ഇതിനകത്ത് പാക്കേജ് ഇല്ല. നിങ്ങൾ 10,000 25,000 30,000 രൂപയുടെ പ്രോഡക്റ്റുകൾ എടുക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ചെറിയ പേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ഈ പ്രോഗ്രാമിൽ കടന്നു വരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കൊണ്ടുവരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് 35% തൊട്ട് 100% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് വിൽക്കാം. ഹലോ, അത് നല്ലതാണ്. MLM ഒന്നും ചെയ്തില്ലേലും നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചിട്ട് 35% തൊട്ട് 100% വരെ റീറ്റെയിൽ പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ MLM ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസ എന്താ ഉണ്ടാക്കാം. ഇതിനകത്ത് ഉദാഹരണം പറഞ്ഞ ഒരു മുട്ടിന് വേദനയുടെ ഒരു സാധനം വാങ്ങിച്ച് നിങ്ങൾ വിറ്റാല് നിങ്ങൾക്ക് 700 രൂപ ഇതിനകത്ത് കിട്ടും. എത്ര കിട്ടും? 2000 രൂപയാണ് അതിന്റെ വില. 700 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. മുട്ടിന് വേദന ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? ഇനി ഡയബറ്റിക്കിന്റെ പ്രോബ്ലംസ് ഉള്ളവരില്ലാത്ത ഒരു വീടുണ്ടോ? അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോബ്ലത്തിനും നമുക്ക് എന്തുണ്ട്? പ്രോഡക്റ്റുകളുണ്ട്. ഇനി ഈ പ്രോഡക്റ്റുകളൊക്കെ എന്താണെന്ന് വെച്ചാല് ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉള്ള സാധനം FDA. FDA എന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് ഡ്രഗ്സിന് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ ആണ് FDA. FDAയുടെ മാത്രമല്ല, FDAയുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ GMP സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനി ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ട്. ഇപ്പൊ ഉദാഹരണം നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ പല സാധനങ്ങളും നമുക്ക് ഇന്ന് എന്റെ മോളിൽ ഇപ്പൊ UK അല്ല, അവർക്ക് ഇപ്പൊ കുറച്ച് സാധനങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാം, ലോകത്തിന്റെ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അയക്കാൻ പറ്റും. ഇനി ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സാധനം കൊടുക്കാം. കാരണം എന്താണ്, FDA അംഗീകാരം, USFDA ഓർഗനൈസ് സർട്ടിഫിക്കേഷനും WHOയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ GMP സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അവരെന്ത് ചെയ്യത്തില്ല, ഇത് വേണ്ടാന്ന് പറയത്തില്ല, അല്ല ഇത് കഴിക്കരുതെന്ന് ഒരുത്തരുടെ അടുത്ത് പറയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് പല കമ്പനികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കാർക്കും വീടില്ലെങ്കിലോ ഒരു വാഹനം ഇല്ലെങ്കിലോ ഇതിനകത്ത് വലിയ കോടിക്കണക്കിന് രൂപ ടാർജറ്റ് ഒന്നും കൊണ്ടുവരണം. ചെറിയൊരു ടാർജറ്റ് കൊണ്ടുവന്നാൽ പോലും നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, ഇതിനകത്തുള്ള ഹൗസ് ഫണ്ട് കിട്ടും, കാർ ഫണ്ട് കിട്ടും. അതുപോലെ മീറ്റിംഗ് എക്സ്പെൻസ്. നിങ്ങളിപ്പം അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങളെല്ലാവരും നമ്മൾ ക്ഷണിക്കുക. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ 1, 2, 3, 4 വരെ കൊണ്ടുവന്നു. സാധാരണഗതി നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ പൈസ കൊടുക്കണം? ടിക്കറ്റ് എടുക്കണ്ടേ? എടുക്കണോ? ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ കൊണ്ടുവരുന്നവരുടെ എന്ത് വേണം, അവരെ ടിക്കറ്റ് എടുത്ത് കൊടുക്കണം. നിങ്ങൾ 5 പൈസ മുടക്കണ്ട. ആരെ മുടക്കും? ഇതെല്ലാം ഈ കമ്പനി മുടക്കും. ഇനി നിങ്ങൾ ചെറിയ ടാർഗറ്റ് ചെയ്താൽ നിങ്ങളൊരു 75,000 ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ഹൗസ് ഫണ്ട് കിട്ടുന്നതിനൊപ്പം ഒരു 14,000 രൂപ നിങ്ങൾക്ക് മീറ്റിംഗ് എക്സ്പെൻസ് കിട്ടും. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് കിട്ടും? മീറ്റിംഗ് എക്സ്പെൻസ് കിട്ടും. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൗസ് ഫണ്ട് കിട്ടും. വീണ്ടും ഒരു 3 പ്രാവശ്യം അതുപോലെ ചെയ്താൽ കാർ ഫണ്ട് കിട്ടും. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവരാണ്. ഒരു കാരണവശാലും നിങ്ങൾ അചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ഏറ്റെടുത്ത് കമ്പനി വന്നെന്ന് പറഞ്ഞിട്ടോ ജോയിൻ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മൾ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഉദാഹരണം പറഞ്ഞാല് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെപ്പം ബാക്കി വെച്ചാൽ ഭയങ്കരമാണ്. ഇന്ന് നമുക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇപ്പൊ സ്വന്തമായിട്ട് വീടുള്ളവരെല്ലാം ഒന്ന് കൈകൊണ്ടിരിക്കും. സ്വന്തമായിട്ട് വീടുണ്ട്, സ്വന്തമായിട്ട് കാശ് മുടക്കി വസ്തു വാങ്ങിച്ച് വീട് വെച്ചാണ്. ആണോ? ഭാര്യയുടെ സ്വത്തിന്റെ ഇതുണ്ടോ? ഒന്നുമില്ല, സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ. ഹൗസ് ലോൺ ഉണ്ടോ? ഹൗസ് ലോണും ഇല്ല. ശരി, വെരി ഗുഡ്. സാറിന് സ്ഥലം ഉണ്ടായിരുന്നു. അച്ഛൻ തന്നല്ലേ? അതോണ്ടിരിക്കട്ടെ. വീട് പണിത് എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ അച്ഛൻ സമ്പാദിച്ച വസ്തുവിനകത്തായിരിക്കും, അല്ലെ നമ്മുടെ അമ്മ സമ്പാദിച്ച വസ്തുവിനകത്തായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, സാറിന്റെ മക്കൾക്ക് സാറെന്തുണ്ടാക്കി കൊടുത്തു? അവിടെയാണ് പ്രശ്നം. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അത് നമുക്ക് ഇതിനകത്തോട് ഈസി ആയിട്ട് നമുക്ക് നിലവിൽ. കാര്യം നമ്മൾ 19 വർഷമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്ര തരത്തിലുള്ള ഒരു വലിയൊരു തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു നല്ലൊരു അവസരമാണ്. ഇത് നമ്മൾ വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഒരു വലിയൊരു ബിസിനസിന്റെ അവസരമാണ്.
അതിന്റെ ആദ്യത്തെ ആൾക്കാരാണ്. ഈ കമ്പനി ലോഞ്ച് ആയിട്ടില്ല, അടുത്ത മാസം ഈ മാസം ലോഞ്ച് ആകുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല, ലോഞ്ച് ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ് ആൾക്കാരാണ് നമ്മൾ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഒരു മനസ്സിന് ധൈര്യം വന്നോ? ആ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് വേണം? നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങളുടെ മനസ്സിൽ തരുമോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സത്യം. ഓക്കെ.